പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഇപ്പോൾ 53.33% എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് പോളിംഗ് അല്പം കുറഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. മന്ദഗതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പാലക്കാട്ടെ സാഹചര്യങ്ങൾ കൊണ്ടാകാം, അവിടുത്തെ കാലാവസ്ഥയുടെ പ്രതികൂല അവസ്ഥയാകാം. പക്ഷേ എങ്കിൽ പോലും നേരത്തെ തൊട്ടു മുമ്പ് ഇടത് സ്ഥാനാർത്ഥി സരൻ സൂചിപ്പിച്ചത് സുഖകരമായിട്ടുള്ള കാലാവസ്ഥയാണ്. പോളിംഗ് ഇനിയും കൂടും, 4 മണിയോടുകൂടി കൂടുതൽ പേർ എത്തും എന്നുള്ളതാണ്. 53.33 അതാണ് ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തിയ പോളിംഗ്. 1,94,706 വോട്ടുകളിൽ ഇതിനോടകം 1,03,841 വോട്ടുകളാണ് പോൾ ചെയ്തത്. അതായത് 53.33% ഔദ്യോഗികമായി പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തുന്നു. 3:14 എന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം. എന്താണെങ്കിലും പുരുഷ വോട്ടർമാരുടെ പോളിംഗ് ശതമാനം 53.93 വനിതാ വോട്ടർമാരുടെ പോളിംഗ് ശതമാനം 52.76 അപ്പോൾ വനിതാ വോട്ടർമാരാണ് കൂടുതൽ. നമുക്കറിയാം ഏതാണ്ട് 1,290,000 പേര് വനിതാ വോട്ടർമാരാണ്. അതിൽ 52,922 പേരാണ് ഇതിനോടകം വോട്ട് ചെയ്തത്. പുരുഷ വോട്ടർമാർ 50,917 പേരും വോട്ട് ചെയ്തു. ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, ഈ ആദ്യഘട്ടത്തിൽ കൊള്ളാവുന്ന പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്ന് കരുതിയതാണ്, പക്ഷെ പിന്നീട് ആ താളത്തിന് ഒരു കുറവ് വരാനുള്ള സാഹചര്യം എന്തായിരുന്നിരിക്കണം? എൽദോ, 2-3 ഘടകങ്ങൾ നമുക്ക് പ്രത്യേകം പരാമർശിക്കാം. ഒന്ന്, അതിരാവിലെ പോളിംഗ് ആരംഭിക്കുമ്പോൾ കൂട്ടത്തോടെ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തുക ഒരു പൊതു സ്വഭാവമാണ്, കേരളത്തിൽ കണ്ടുവരുന്നതാണ്. അതാവാം ആദ്യ മണിക്കൂറുകളിലുണ്ടായ ഉയർന്ന പോളിംഗ് ശതമാനം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉച്ചയോടുകൂടി പോളിംഗ് ശതമാനം മന്ദഗതിയിലായി. പ്രത്യേകിച്ച് നഗരമേഖലകളിൽ പോളിംഗ് ഏറെ പിന്നോട്ട് പോയി. എന്നാൽ ഗ്രാമമേഖലകളിൽ ചിലയിടങ്ങളിലെങ്കിലും ആൾക്കൂട്ടം ദൃശ്യമായിരുന്നു. പക്ഷേ ആ ആൾക്കൂട്ടം പോളിംഗ് ശതമാനത്തെ അത്ര കണ്ട് ഗുണപ്പെട്ടിട്ടില്ലെന്ന് വേണം നമുക്ക് കരുതാൻ. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ, അരുണൊക്കെ സൂചിപ്പിച്ചതുപോലെ, ആ പോളിംഗ് നടപടിക്രമങ്ങളിലുണ്ടായ വൈകലാഭം ഒരുപക്ഷെ ആ ദീർഘമായ ക്യൂവിന് ഇടവെച്ചിട്ടുണ്ടാവുക. ആ കണക്ക് അന്തിമമാക്കണം, എന്നാൽ മാത്രമേ അതിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. രാവിലത്തെ ട്രെൻഡ് പിന്നീട് അതേപടി നിലനിന്നില്ല എന്നതാണ് സാഹചര്യം. ഇപ്പോൾ വൈകുന്നേരമായി കാലാവസ്ഥ ഏറ്റവും അനുകൂലമാണ്, കാരണം ചൂടൊക്കെ മാറി. അതുകൊണ്ട് ആളുകൾ കൂട്ടത്തോടെ ഇനി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. അതിന്റെ ഒരു ട്രെൻഡ് വരുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ പോളിംഗ് ബൂത്തിലടക്കം ഇപ്പോൾ ആളുകൾ വന്നു പോകുന്നുണ്ട്. ഒരുപക്ഷെ ഈ ജോലി കഴിഞ്ഞും മറ്റും എത്തുന്നവരാവാം കൂട്ടത്തോടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് വരിക. എന്തായാലും ആ പോളിംഗ് രാവിലെ കാണിച്ച ട്രെൻഡിന് സമാനമായ രീതിയിൽ തന്നെ തുടർച്ച ഉണ്ടാവണമെങ്കിൽ ഇനി കനത്ത പോളിംഗ് നടക്കണം ഈ അവസാന 2 മണിക്കൂറുകളിൽ. ആ കനത്ത പോളിംഗ് പ്രകടമായാൽ മാത്രമേ പോളിംഗ് ശതമാനം കഴിഞ്ഞ 2021 തുല്യമായ കണക്കിലേക്ക് എത്തുകയുള്ളൂ. അതല്ലെങ്കിൽ പോളിംഗ് ശതമാനം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കുറയാൻ തന്നെയാണ് സാഹചര്യം. അങ്ങനെയെങ്കിൽ ഈ ഇത്ര വലിയ പ്രചരണം നടന്നിട്ടും അത് ജനം ഏറ്റെടുത്തില്ല എന്ന ചോദ്യം കൂടി അവശേഷിക്കപ്പെടും. എന്തായാലും വരുന്ന 2 മണിക്കൂറുകൾ അങ്ങേറ്റം നിർണായകമാണ്. കൂടുതൽ ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം മറ്റൊരു കാര്യം കൂടിയുള്ളത്, നമ്മളറിയാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ, പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഈ ത്രികോണ പോരാട്ടം നടക്കുമ്പോൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് വോട്ട് കച്ചവടം. അതായത് പോളിംഗിന്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിലാണ് ഒരു ട്രെൻഡ് സൂചന കണ്ട് ഒരു കക്ഷി മറ്റൊരു കക്ഷിക്ക് വോട്ട് മറിച്ചു കൊടുക്കുക എന്ന ഒരു ആക്ഷേപം നിലനിൽക്കുന്ന സ്ഥലം. അതുകൊണ്ട് അത്തരം സൂചകങ്ങൾ എന്തെങ്കിലും പ്രകടമാവുന്നുണ്ടോ എന്ന കാര്യം കൂടി വരുന്ന മണിക്കൂറുകളിൽ നിർണായകമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പോലും അത് നേരിട്ട് നമുക്ക് ഇപ്പോൾ വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. അത് തെരഞ്ഞെടുപ്പ് ഫലം വരെ അതിന് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും പാലക്കാട് നൽകാൻ പോകുന്ന സൂചനകൾ എന്ത് എന്നത് പോളിംഗ് അവസാനിക്കുമ്പോൾ തന്നെ അതിന്റെ പോളിംഗ് ശതമാനത്തിൽ നിന്ന് തന്നെ നമുക്ക് ഏറെക്കുറെ ഒരു വ്യക്തമായ സൂചനകൾ കിട്ടിത്തുടങ്ങും. തുടങ്ങിയ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ ലഭ്യമല്ല, ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഇതുവരെയുള്ള ചിത്രം. സജിത്ത്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അപ്പോഴും ഈ നഗര ഗ്രാമ വ്യത്യാസം കാര്യമായി പ്രകടമാകുന്നില്ല എന്നുള്ളതുണ്ട്. ഈ പോളിംഗ് ശതമാനത്തിൽ ഇതുവരെയുള്ള പോളിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? മാത്രമല്ല, ഇതുവരെയുള്ള ഈ പോളിംഗ് കുറയുന്ന സാഹചര്യമൊക്കെ ഈ ഒരു പരമ്പരാഗത രീതിക്കും അപ്പുറം എങ്ങനെയാണ് ഇതിനെ ബാധിക്കുക എന്നാണ്, ആരുടെയാണ് ചങ്കിടിപ്പേറ്റുന്നത് എന്നാണ് കരുതേണ്ടത്? എല്ലാ മുന്നണികളും തങ്ങൾ സേഫാണ്, തങ്ങൾക്ക് ഒരു പ്രതിസന്ധിയില്ല എന്ന് അവകാശപ്പെടുന്നുണ്ട്. ഏതൊക്കെ പോക്കറ്റിൽ നിന്നാണ് വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതിരിക്കുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പല പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലും രാഷ്ട്രീയ പാർട്ടികളുടെ അവരൊരുക്കിയിരിക്കുന്ന സമാന്തര ബൂത്ത് സംവിധാനങ്ങളുണ്ടല്ലോ വോട്ടർമാരെ സഹായിക്കുന്നതിന് വേണ്ടി. അത് വളരെ സജീവമായി 3 മുന്നണികളുടെയും എല്ലായിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയും കണക്ക് ശേഖരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ നിലവിൽ പോൾ ചെയ്യപ്പെടാതിരിക്കുന്ന വോട്ടർമാരെ, പോളിംഗ് സ്റ്റേഷനുകളിൽ എത്താതിരിക്കുന്ന വോട്ടർമാരെ കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള
ദൌത്യം ഇനിയുള്ള മണിക്കൂറുകളിൽ വളരെ വേഗത്തിൽ നടക്കും. ഈ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുമുള്ളവരെ പ്രത്യേക സഹായത്തോടെ ആൾക്കൂട്ടത്തിന്റെ സഹായത്തോടെയൊക്കെ ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ വേഗത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കക്ഷിക്ക് അനുകൂലമായി പോളിംഗിലെ ഏറ്റക്കുറച്ചിലുകൾ പ്രകടമാകുമോ എന്ന് ഇപ്പോൾ നമുക്ക് വിലയിരുത്തുക വൈകാം. പക്ഷേ പോളിംഗ് ശതമാനം കൂട്ടുന്നതിന് വേണ്ടി എല്ലാവരും കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ തന്നെ, പ്രത്യേക സംവിധാനങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേക സ്ക്വാഡുകളെ നിരീക്ഷിച്ചിട്ടുണ്ട്, തയ്യാറാക്കിയിട്ടുണ്ട്. ആ തരത്തിൽ തന്നെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ സി കൃഷ്ണകുമാർക്ക് അവകാശപ്പെടുന്നത് പോലെ തങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സംവിധാനം, ഒരു സ്ക്വാഡിനെ അവർ സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് സമാന്തരമായ ഒരു വോട്ടേഴ്സ് പട്ടിക തയ്യാറാക്കി തങ്ങളുടെ വോട്ടുകൾ ആരൊക്കെയാണ് അവിടെ ഉള്ളത് എന്നൊരു റിപ്പോർട്ട് തയ്യാറാക്കി ആ പട്ടികയിലുള്ളവരെ എല്ലാവരെയും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ സജ്ജീകരണമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന് BJP അവകാശപ്പെടുന്നുണ്ട്. സമാനമായ അവകാശവാദങ്ങൾ മറ്റ് ഇരു മുന്നണികളും, ഇടതുപക്ഷവും ആയാലും UDF ആയാലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇത് ആരുടെ കണക്കാണ് വ്യക്തത ഉണ്ടാവുക എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത നമുക്കുമില്ലാതെ പോകുന്നത്. ഒരു കാര്യം നമുക്ക് ഏറെക്കുറെ വ്യക്തമായി പറയാൻ കഴിയും. അതായത് പാലക്കാടിന്റെ ജനമനസ് ആർക്കൊപ്പം എന്നത് ഒരുപക്ഷെ അത്ര പെട്ടെന്ന് മനസ്സിലാക്കുക എളുപ്പമായിരിക്കില്ല. കാരണം ഈ ശക്തമായ ത്രികോണ പോരാട്ടത്തിൽ നേരിയ ചില ഏറ്റക്കുറച്ചിലുകളായിരിക്കും ജയപരാജയങ്ങളെ തീരുമാനിക്കുക. ചെറിയ ഘടകങ്ങൾ പോലും, ചെറിയ പൊളിറ്റിക്കൽ ട്രെൻഡുകൾ പോലും വലിയ തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് പാലക്കാട് ആർക്കും പിടികൊടുക്കാതെ നിൽക്കുകയാണ്. ഇതിന്റെ സൂചകം ആർക്ക് അനുകൂലമെന്നതിൽ ഒരു വ്യക്തതയും ഇതുവരെയും കൈവന്നിട്ടില്ല. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തന്നെ പോളിംഗ് ഏറെക്കുറെ ഒരുപോലെ ഇപ്പോൾ പുരോഗമിക്കുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. നഗരമേഖലകളിൽ ആദ്യഘട്ടത്തിൽ പിന്നോട്ടിരിപ്പുണ്ടായിരുന്നു. ഉച്ചസമയത്ത് ഏറെ പിന്നിലായിരുന്നു നഗരമേഖലകളിലെ പോളിംഗ് ശതമാനം. പക്ഷേ ഇപ്പോൾ അത് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്ന സൂചനകൾ. നഗരമേഖലകളിലും ആ പോളിംഗ് മെച്ചപ്പെടുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഇനിയുള്ള സമയങ്ങളിൽ കൂടുതൽ പോളിംഗ് ശതമാനം ഉയരുമെന്ന് പ്രതീക്ഷ വെക്കുകയും ചെയ്യാമെന്നാണെങ്കിലും മൂന്ന് മുന്നണികളും പ്രതീക്ഷയിലാണ്. സജിത് സൂചിപ്പിച്ചതുപോലെ ആർക്കും തങ്ങളുടെ പോക്കറ്റിലെ വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്ന് ആരും അത് കരുതുന്നില്ല. എന്താണെങ്കിലും നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് ഇനി വരാൻ പോകുന്നത്. അതായത് 3:30 മണിയായി. ഇനി ഏതാണ്ട് 2.5 മണിക്കൂർ സമയം മാത്രമാണ് പോളിംഗിനായുള്ളത്. ഈ 2.5 മണിക്കൂറിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മാറി മറിയുക? കണക്കുകൂട്ടലുകൾക്ക് നിർണായക സ്വാധീനമുള്ള മണിക്കൂറുകളാണ്. സജിത്ത്, ഈ ഓരോ മുന്നണികളും അവരവരുടെ അക്കൗണ്ടിൽ വീണ വോട്ടുകൾ കൃത്യമായി എണ്ണ തിട്ടപ്പെടുത്തി ഇതിന്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കി ഇനി എന്ത് എന്നുള്ളതിൽ ആലോചിക്കുന്ന നിർണായകമായിട്ടുള്ള മണിക്കൂറാണല്ലോ ഈ 2.5 മണിക്കൂർ എന്ന് പറയുന്നത്. അതും വളരെ പ്രധാനമല്ലേ, സുപ്രധാനമല്ലേ ഈ പോളിംഗ് ശതമാനക്കണക്ക് ഏറ്റവും ഒടുവിലായി വരുമ്പോൾ? തീർച്ചയായും അത് നോക്കും. പ്രത്യേകിച്ച് ഈ ത്രികോണ പോരാട്ടം ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ഭൂരിപക്ഷത്തിലുള്ള സാധ്യതകൾ തന്നെയാണ് കൽപ്പിക്കപ്പെടുന്നത്. നമുക്ക് ഉദാഹരണമായി എടുക്കാൻ കഴിയുന്നത് 2029 തൊട്ട് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അന്ന് കണ്ടതാണ് ഈ പോളിംഗിന്റെ ഒരു ട്രെൻഡ്. അതേ രീതിയിൽ തന്നെ പോളിംഗ് ഈ വോട്ടെണ്ണൽ ദിനത്തിലും നമുക്ക് അനുഭവപ്പെട്ടതാണ്. കാരണം ഈ ശ്രീധരന്റെ വിജയം ഏറ്റവും സാധ്യത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ ഷാഫി പറമ്പിൽ വിജയിച്ചു കയറിയത് 3000 പരം വോട്ടുകൾക്കുള്ള ഷാഫി പറമ്പിലിന്റെ വിജയം നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള സസ്പെൻസുകൾ മുൻപും കാഴ്ചവെച്ച ഒരു മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് പാലക്കാടിന്റെ ജനമനസ് ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നത് ഒരു തരത്തിലും പ്രവചനം സാധ്യമല്ല. ഇത്തവണ ഈ പരമ്പരാഗത രീതികളെ മറികടക്കുന്ന രീതിയിലുള്ള ശൈലികളും രൂപങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ് സരിന്റെ കടന്നുവരവ്. ഏറ്റവും ആദ്യം തന്നെ ഒരുപക്ഷെ ഒരു വ്യക്തത ഉണ്ടാവുന്ന കാര്യം, ഇടതുപക്ഷം അവരുടെ സ്വന്തം ചേരിയിൽ നിന്ന് മാറി പുതിയൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചു. അദ്ദേഹം കോൺഗ്രസുകാരനായിരുന്നു. ആ സ്ഥാനാർത്ഥിയെ വോട്ടർമാർ എത്ര കണ്ട് സ്വീകരിച്ചു? ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത വോട്ടുകൾക്കപ്പുറം വോട്ടുകളെ സ്വാധീനിക്കാൻ സരിന് കഴിയുമോ? കഴിഞ്ഞെങ്കിൽ അത് ആരുടെ നഷ്ടമായി മാറും? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിലിന് മറികടന്നുകൊണ്ടുള്ള, ഷാഫി പറമ്പിലിന് അപ്പുറമുള്ള ഒരു പ്രഭാവം കാത്തുസൂക്ഷിക്കാൻ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ആരുടെ നഷ്ടമായി മാറും? ഷാഫി പറമ്പിലിന് അനുകൂലമായ ഘടകങ്ങൾ ഏതൊക്കെ? സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവത്തിനപ്പുറം UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായെങ്കിൽ അതിന് കാരണമായ ഘടകങ്ങൾ ഏതൊക്കെ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. BJPയിലേക്ക് വരുമ്പോൾ സി കൃഷ്ണകുമാർ ഇത്തവണ അദ്ദേഹത്തിന് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നാണ് കരുതപ്പെട്ടിരുന്നത്. കാരണം BJP കഴിഞ്ഞ തവണ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട മണ്ഡലത്തിൽ ഇത്തവണ ഷാഫി പറമ്പിലിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ ആ സ്ഥാനാർത്ഥി BJPക്ക് കൂടുതൽ സാധ്യത ഉണ്ടാക്കും എന്ന ഒരു പ്രതീക്ഷ പൊതുവിൽ BJP
കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സി കൃഷ്ണകുമാറിനെ പോലെ മണ്ഡലത്തിൽ സുപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു. അതൊക്കെ അനുകൂല ഘടകങ്ങളായിട്ട് മാറിയിട്ടുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അതിനപ്പുറത്തേക്ക് സരിൻ പുതിയതായി പിടിക്കുന്ന പുതിയതായ വോട്ടുകൾ പിടിച്ചാൽ ആ വോട്ടുകൾ ഏത് ക്യാമ്പിൽ നിന്ന് പിടിക്കും, അത് മറ്റൊരു കക്ഷിക്ക് നേട്ടമായി മാറും. ഇങ്ങനെ സങ്കീർണമായ ഓരോ സാഹചര്യങ്ങളും പ്രസക്തമാവുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. അതുകൊണ്ട് പോളിംഗ് എന്ന ദിവസം അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. ഓരോ ചെറിയ വോട്ടുകളും പോൾ ചെയ്യിപ്പിക്കപ്പെടുക, ആ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിക്കുക, അത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉയർത്തുന്ന കാര്യമാണ്. ആ വെല്ലുവിളിക്ക് ഏറ്റെടുത്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവർക്ക് നടത്തേണ്ടതുണ്ട്. രാവിലെ മുതൽ തന്നെ അത് പ്രകടമാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ കാണുന്നുണ്ട്. അത് സ്വാഭാവികമായും വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രധാനമായും ഓരോ പാർട്ടികളും തങ്ങളുടെ ശക്തി മേഖലകൾ എന്ന് അവകാശപ്പെടുന്ന ഇടങ്ങൾ, നഗരത്തിന്റെ ചില പ്രധാനപ്പെട്ട മേഖലകൾ, ഒപ്പം തന്നെ ചില UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ, ഇടതുമുന്നണി ഭരിക്കുന്ന പഞ്ചായത്തുകൾ, നഗരം BJPക്ക് അനുകൂലമെന്ന് പറയുമ്പോൾ ഗ്രാമമേഖലകൾ ഇടതു വലതു മുന്നണികൾക്ക് അനുകൂലമായി വ്യത്യസ്ത ഇടങ്ങൾ, വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് അനുകൂലമായ രാഷ്ട്രീയം പറയുന്ന ഇടങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ പ്രകടമാണ്. മറ്റൊന്ന് ഈ മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകളാണ്. ചെറു ശതമാനമെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ അങ്ങേയറ്റം നിർണായകമാണ്. അത് ആ ന്യൂനപക്ഷ വോട്ടുകളിൽ മുസ്ലിം ന്യൂനപക്ഷവും ക്രിസ്ത്യൻ ന്യൂനപക്ഷവും ഉണ്ട്. ക്രിസ്ത്യൻ ന്യൂനപക്ഷം മുനമ്പം വിഷയം അടക്കം ഏറ്റെടുത്തെങ്കിൽ അത് ഏത് കക്ഷിക്ക് അനുകൂലമാവും, ഏത് കക്ഷിക്ക് പ്രതികൂലമാവും, പ്രസക്തമായ ഒരു കാര്യമാണ്. മറ്റൊന്ന് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ നിലപാടാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അനുകൂലമായി എൻ ബ്ലോക്ക് എന്ന് നമ്മൾ വിളിക്കുന്ന രീതിയിലേക്ക് അവർ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഏതെങ്കിലും കക്ഷിക്ക് അനുകൂലമായി, ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി മാത്രം പോൾ ചെയ്യപ്പെട്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കും. ഏറ്റവും ഒടുവിൽ നമ്മൾ ചർച്ച ചെയ്ത ഈ സിറാജിലെയും സുപ്രഭാതത്തിലെയും പരസ്യങ്ങളും സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ നീക്കമൊക്കെ പ്രകടമാക്കുന്ന വിഷയം കൂടിയായി അത് മാറുകയും ചെയ്യും. അങ്ങനെ സങ്കീർണമായ വിഷയങ്ങൾക്ക് അതേ രീതിയിലുള്ള പ്രതിഫലനം പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഇനി നടക്കാൻ പോകുന്ന ഓരോ ചെറിയ വോട്ടുകളും അത് പരമാവധി പോൾ ചെയ്യിക്കപ്പെടുക എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ കടക്കുകയും അതിനുവേണ്ടിയുള്ള അവരുടെ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.